മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റിൻ്റെ പ്രാർത്ഥനയ്ക്കായി നവവത്സരത്തിൽ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. 12 ദിവസങ്ങൾ ഇതാ പിന്നിട്ട് കഴിഞ്ഞു. 13-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ സ്നേഹ കൂട്ടായ്മയാണ്. ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് മക്കളിലേക്ക് ഈ ആലയത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ അനുഗ്രഹം, പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇന്നത്തെ വചനം കേൾക്കണ്ടേ? നമുക്ക് നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമായി തീരണ്ടേ? നമ്മൾ കൊതിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടണ്ടേ? ഇതാ വചനം നമുക്ക് തരുന്നു. 2 തിമോത്തി 4:7. അവർ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മകളെ, കർത്താവിത ഒരു കിരീടം ഒരുക്കിയിരിക്കുകയാണ്. ആ കിരീടത്തിൻ്റെ പേരാണ് നീതിയുടെ കിരീടം. ആർക്കാണ് നീതിയുടെ കിരീടം ലഭിക്കുന്നത്? നന്നായി പൊരുതുന്നവർ. തിന്മയും നന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നന്മയോട് ചേർന്ന് പൊരുതുന്നവർക്കാണ് നീതിയുടെ കിരീടം ലഭിക്കുക. അവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള പോരാട്ടത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്കാണ് നീതിയുടെ കിരീടം അവിടുന്ന് അണിയിച്ചു തരിക. ദൈവത്താൽ ഉയർത്തപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല ഓട്ടം ഓടുക, നല്ല പോരാട്ടത്തിന് തയ്യാറാകുക. അതിനായി നിന്റെ തിരുമുമ്പിൽ ദൈവമായ കർത്താവ് പറയുന്നത്, നീ വിശ്വാസത്തിൽ വിശ്വസ്തനായിരിക്കുക. ആരോരും അറിയാത്ത നിന്റെ രഹസ്യ മേഖലകളില്ലേ? നീ വിശ്വസ്തനായിരിക്കുക. സഭയോട് വിശ്വസ്തനായിരിക്കുക. സഭാ നിയമങ്ങളോട് വിശ്വസ്തനായിരിക്കുക. ദൈവ പ്രമാണങ്ങളോട് വിശ്വസ്തനായിരിക്കുക. കൂദാശകളോട് വിശ്വസ്തനായിരിക്കുക. നിന്റെ ജീവിത പങ്കാളിയോട് വിശ്വസ്തനായിരിക്കുക. നിന്റെ അയൽക്കാരനോട് വിശ്വസ്തനായിരിക്കുക. നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് വിശ്വസ്തനായിരിക്കുക. അവർക്കുള്ളതാണ് നീതിയുടെ കിരീടം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഷെയർ ചെയ്യുന്ന എല്ലാ മക്കളോടും കൂടെ നീതിയുടെ കിരീടവുമായി കർത്താവ് കടന്നു വരുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.